Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക സഹായികൾ 2 പേരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ UP-യിൽ നിന്ന് ദീപക്കാണ് നമ്മുടെ ഒന്നാമത്തെ സാമ്പത്തിക സഹായി എന്നുള്ളത്. പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരു നല്ല വീട് പണിയുവാൻ കർത്താവെ അങ്ങയുടെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കണം. ജോലിയിൽ അഭിവൃദ്ധി ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത വ്യക്തി എന്നുള്ളത് എറണാകുളത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. അവരുടെ മകൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ തന്നെ ആ കുടുംബത്തെ നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മകൾ, ആരോഗ്യം അവർക്കുണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ ഈ എപ്പിസോഡുകളുടെ പിറകിൽ പ്രവർത്തിച്ച ഈ സാമ്പത്തിക സഹായികളോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ജൂൺ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. YMCA ഹാൾ, മാവേലിക്കര. ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയിലൂടെ യേശു താൻ നേരിട്ട പരീക്ഷകളെ ജയിക്കുവാൻ ശക്തി പ്രാപിച്ചതുപോലെ ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ, ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രതിബന്ധങ്ങളെ തകർക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ബ്ലെസ്ഡ് നൈറ്റ് വിജിൽ. ജൂൺ 30 വെള്ളി രാത്രി 9 മുതൽ. സ്ഥലം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, NH47, പത്തടിപ്പാലം, ഇടപ്പള്ളി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484 422 101. It's a very good spiritual experience for me, especially it's very few times that you get to learn the word of God, and then Brother Damien makes sure that it's very understanding. It's not very difficult for us to understand and to remember also, and it's also quite easy and very convincing also to implement into our lives. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. Every father should have a direct relationship with the heavenly father. എല്ലാ ഭൂമിയിലെ പിതാക്കന്മാർക്കും സ്വർഗീയ പിതാവുമായി നേരിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. In many homes, fathers are not raising their children, grandfathers and grandmothers are raising the children. ഒത്തിരി വീടുകളിലും പിതാക്കന്മാരല്ല മക്കളെ ഉയർത്തി വലുതാക്കുന്നത്, ഉദ്ധരിക്കുന്നത്, മറിച്ച് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുമാണ് ആ ഭാഗം ചെയ്യുന്നത്. Maybe because the parents are away for work. ഒരുപക്ഷെ പിതാക്കന്മാർ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. But the thing is that they will never get the care of a father from grandparents. എപ്പോഴും മനസ്സിലാക്കുക, ആ കുട്ടിക്ക് ഒരിക്കലും ഒരു പിതാവിൻ്റെ സംരക്ഷണവും കരുതലും ഒരു അപ്പൂപ്പനിൽ നിന്ന് ലഭിക്കുകയില്ല. എന്നോട് വഴക്കില്ലെങ്കിൽ നല്ല ഹല്ലേലൂയ പറ. I'm not against any profession. I'm not against going away for working and earning money, but never neglect your responsibility. ഞാൻ ഒരിക്കലും നിങ്ങൾ ദൂരസ്ഥലത്ത് ജോലിക്ക് പോകുന്നതോ പണം സമ്പാദനത്തിനോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്നതിനോട് ഞാൻ ഒരിക്കലും എതിരല്ല. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ പിതാവെന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളെ ഒഴിവാക്കിക്കൂടാ. Now I'm going to give you a list of different kinds of fathers. ഞാൻ വ്യത്യസ്ത തരത്തിലുള്ള പിതാക്കന്മാരുടെ ഒരു ലിസ്റ്റ് തരാൻ പോകുകയാണ്. Write down. എഴുതിയെടുക്കുക. Number 1, the lost father. ഒന്നാമത്തേത് നഷ്ടപ്പെട്ട പിതാവ്. Luke 15 is speaking about the lost son. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്നത് നഷ്ടപ്പെട്ട ഒരു മകന്റെ കഥയാണ്. From verse number 11 you can read about the prodigal son story. 11 മുതലുള്ള വചനങ്ങളിലൂടെ മുടിയനായ പുത്രന്റെ കഥ നമുക്ക് കാണാൻ സാധിക്കും. But I'm talking not about the lost son in many homes. Not the sons are lost,
the fathers are lost. എന്നാൽ ഒരു സത്യം ഞാൻ ഈ കാലത്തെക്കുറിച്ച് പറയട്ടെ. സത്യത്തിൽ ഇന്ന് വീടുകളിൽ നഷ്ടപ്പെട്ട മകന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ നഷ്ടപ്പെട്ട പിതാക്കന്മാരാണ് എന്ന യാഥാർത്ഥ്യം മറക്കരുത്. They are alive but they are absent. അവർ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തിൽ അവരവിടെ ആബ്സെന്റ് ആണ്. They are breathing but they are not functioning in fatherhood. അവർ ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷെ പിതൃത്വത്തിന്റെ കാര്യത്തിൽ അവർ പ്രവർത്തിക്കുന്നില്ല. Some fathers are entangled in extramarital relationships and they are away from home. ചില പിതാക്കന്മാരാകട്ടെ അവരുടെ വിവാഹത്തിനപ്പുറമുള്ള മറ്റു ചില ബന്ധങ്ങളിൽ കുടുങ്ങി സ്വന്തം ഭാര്യയും കുട്ടികളെ ഉപേക്ഷിച്ച് മറ്റൊരാളുമായിട്ട് ജീവിക്കുന്നു. They are running away from responsibilities. അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ ഓടിയൊളിക്കുന്ന വ്യക്തികളാണ്. Number 2, write down. രണ്ടാമത്തെ കാര്യം എഴുതുക. The Santa Claus father. രണ്ടാമത് സാന്റാ ക്ലോസ് പിതാവ്. I have spoken about this before. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ Who is a സംസാരിച്ചിട്ടുണ്ട്. Santa Claus father? ആരാണ് സത്യത്തിൽ സാന്റാ ക്ലോസ് പിതാവ്? Santa Claus comes once a year with a huge bag full of gifts in Christmas season. സാന്റാ ക്ലോസ് എന്ന് പറയുന്ന ആള് ക്രിസ്മസ് സീസണിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു ബാഗിനകത്ത് കുറെ സമ്മാനങ്ങളുമായി ജിംഗിൾ ബെൽസ് In many പാടി homes, fathers come once a year or twice a year with a huge bag of frocks, toys, watches and many gifts like a Santa Claus, and then they go back. ഒരു വീട്ടിനകത്ത് ഒരു പിതാവ് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യം വരുമ്പോൾ വലിയൊരു പെട്ടിക്കകത്ത് ഉടുപ്പുകളായി, കളിപ്പാട്ടങ്ങളായി, മറ്റ് ചോക്ലേറ്റുകളായി ഇതെല്ലാം കൊണ്ട് വരുന്നു, കാണുന്നു, സന്തോഷിക്കുന്നു, പോകുന്നുവെങ്കിൽ അത് സാന്റാ ക്ലോസ് പിതാവാണ്. The thing is that in pursuit of profession and career and business, they have to move away from their children, live somewhere else, abroad or away from home, and the children are missing father. They are getting only money and provision and gifts. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും പിതാക്കന്മാർക്ക് മറ്റു പല കാര്യങ്ങൾ നിമിത്തമായിട്ട് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു. ഒരുപക്ഷെ ദൂര സ്ഥലങ്ങളിൽ പോയി അവിടെ താമസിച്ചുകൊണ്ട് പ്രവർത്തിച്ച് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പണം കരുതേണ്ടതായിട്ട് വരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട്, അവർക്ക് വേണ്ട വസ്തുവകകൾ കിട്ടുന്നുണ്ട്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷെ അവരുടെ പിതാവിനെ കിട്ടുന്നില്ല. I plead with you fathers and mothers, never put profession first. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടും അപ്പന്മാരോടും ഞാൻ ഒരു കാര്യം അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ ജോലിക്ക് 1ാം സ്ഥാനം കൊടുക്കരുത്. Now this is what I request. You can go abroad for work, but take your children also. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് പുറത്തു പോയി ജോലി ചെയ്യാം, പക്ഷേ നിങ്ങളുടെ കുടുംബത്തെ കൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം. Financially I'm not that sound. ഓ ബ്രദറെ, അത്രത്തുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും എനിക്കില്ല. Okay, then work here. അങ്ങനെയെങ്കിൽ നിങ്ങൾ നാട്ടിൽ ജോലി ചെയ്താൽ മതി. ആഹാ. Anyway, God made you a father to 1 child or 2 children. എന്തായാലും ദൈവം നിങ്ങളെ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ 2 കുട്ടിക്കോ പിതാവാക്കി വെച്ചിരിക്കുകയാണ്. If you are away from home, who will father them? നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ വീട്ടിലെ അപ്പന്റെ സ്ഥാനം, നിങ്ങളെ ദൈവം ആക്കി വെച്ച സ്ഥാനം ആര് കൈകാര്യം ചെയ്യും? Grandfather can never function in the position and role of a father. ഓർക്കുക, ഒരു അപ്പൂപ്പന് നിന്നെ ആക്കി വെച്ച പിതാവിന്റെ സ്ഥാനത്തെ കൈകാര്യം ചെയ്യുവാൻ, ദൈവം ആക്കി വെച്ച സ്ഥാനത്തെ കൈകാര്യം ചെയ്യുവാൻ സാധ്യമല്ല. A grandfather can never discipline a child. ഓർക്കുക, ഒരു അപ്പൂപ്പന് ഒരിക്കലും ഒരു കൊച്ചുമകനെ അച്ചടക്കത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. Because rivers of love will be flowing to the children, they cannot discipline. കാരണം സ്നേഹത്തിന്റെ നദി അവരുടെ ഹൃദയത്തിലൂടെ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് കൊണ്ട് അവർ ഒരിക്കലും ഒരു വഴക്കും പറയില്ല. The hostel warden cannot be his father, her father. ഓർക്കുക, ഹോസ്റ്റൽ വാർഡന് ഒരിക്കലും ഒരു പിതാവായി തീരാൻ സാധ്യമല്ല. No way. ഒരിക്കലും സാധ്യമല്ല. Your mother cannot become, the mother cannot become a father. അപ്പോൾ തന്നെ ഓർക്കുക, ഒരു അമ്മയ്ക്ക് ഒരു പിതാവായി തീരാൻ സാധ്യമല്ല. Any Santa Claus father listening to this, repent, come back.
അതുകൊണ്ട് ഏതെങ്കിലും സാന്റാക്ലോസ് പിതാക്കന്മാർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. Number 3. മൂന്നാമത്തേത് The Iceman father. മൂന്നാമത്തേത് മഞ്ഞു മനുഷ്യനായ പിതാവ്. Who is this? ആരാണിത്? There are some fathers in some families, they have no emotion. ചില പിതാക്കന്മാരുടെ കുടുംബത്തിനകത്ത് യാതൊരുവിധ വികാരങ്ങളും ഇല്ലാത്തവർ. പാസ്സായോ? ശരി. എന്ത് പറ്റി? വയ്യേ? ആഹാ. ഓക്കെ. No emotion, no response, no expression, no appreciation. Nothing is coming from that man. Iceman. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ കൊച്ചു പാസ്സായി, നല്ല മാർക്ക് പാസ്സായോ? ആ ശരി. പനിയാണോ? ആ പോയി കിടന്നോ? ഇങ്ങനെയുള്ള രീതിയിൽ ഇമോഷൻസ് ഒന്നുമില്ലാതെ, എക്സ്പ്രഷൻസ് ഒന്നുമില്ലാതെ, യാതൊരു വികാരങ്ങളോ സ്നേഹപ്രകടനങ്ങളോ ഒന്നുമില്ലാത്ത തണുത്തു മരവിച്ച പിതാക്കന്മാർ. Any Iceman father here? ഏതെങ്കിലും ഐസ്മാൻ പിതാക്കന്മാർ ഇവിടെയുണ്ടോ? I'll pray that all the ice will melt today. ഞാൻ ആ എല്ലാ ഐസും ഉരുകി താഴെ വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കും. Number 4, the serious man father. നാലാമതായിട്ട് ദ സീരിയസ് മാൻ ഫാദർ അല്ലെങ്കിൽ ഗൗരവക്കാരനായ പിതാവ്. He has 100 tons weight. അദ്ദേഹത്തിന് ഒരു 100 ടണ്ണ് ഖനമുണ്ട്. He's always serious. എല്ലായ്പ്പോഴും ഗൗരവമാണ്. Angry, arrogant, not playing with children. എപ്പോഴും ദേഷ്യക്കാരൻ, എപ്പോഴും അരിശമുള്ള വ്യക്തി, ഒരിക്കലും കുട്ടികളുടെ കൂടെ കളിക്കില്ല. He has a special chair at home, easy chair. And he'll be sitting there. അദ്ദേഹത്തിന് ഒരു ഈസി ചെയർ, ഒരു പ്രത്യേക ചെയറൊക്കെ വീട്ടിലുണ്ടായിരിക്കും, അതിലങ്ങ് ഉപവിഷ്ടനായിട്ടിരിക്കും. Number 5, the abusive father. അഞ്ചാമത്തെ കാര്യം മോശമായി പെരുമാറുന്ന പിതാവ്. Verbal abuse, physical abuse, sexual abuse, beating children, tormenting them. He's not a man, he's an animal, brutish. അദ്ദേഹം വാക്കുകൾ കൊണ്ട് കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തി, ശാരീരികമായി അടിച്ചും ഉപദ്രവിച്ചും മർദ്ദിച്ചും വേദനിപ്പിക്കുന്ന വ്യക്തി, ലൈംഗികമായി പീഡിപ്പിക്കുന്ന വ്യക്തി. അദ്ദേഹം ഒരു മനുഷ്യനല്ല, അത്തരം ഒരു പിതാവ്, ഒരു മൃഗതുല്യനാണ്. We read about such fathers in newspapers. അത്തരത്തിലുള്ള പിതാക്കന്മാരെ കുറിച്ച് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട്. We have to pray for their repentance to become a man. അവർ ഒരു മനുഷ്യനായി തീരുവാൻ, ഒരു മാനസാന്തരം ഉണ്ടാകുവാനായി നാം പ്രാർത്ഥിക്കുന്നു. Number 6, the lazy father. ആറാമത്തെ കാര്യമാണ് എഴുതുക മടിയനായ പിതാവ്. He will never go for job. അദ്ദേഹം ഒരിക്കലും ജോലിക്ക് പോവില്ല. Maybe 3-4 days in a month. ഒരുപക്ഷേ മാസത്തിൽ ഒരു 2-3 ദിവസം. He's an irresponsible father. ഉത്തരവാദിത്ത മനോഭാവമില്ലാത്ത പിതാവ്. No income in the family. കുടുംബത്തിലെ ഒരു വരുമാനവും കൊണ്ടുവരില്ല. Or others in the family or mother will have to work. ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും അമ്മയും ഒക്കെയാണ് ജോലിക്ക് പോകുന്നത്. He's not a breadwinner. അദ്ദേഹം ഒരിക്കലും അപ്പം ഉളവാക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം നൽകുന്ന പിതാവല്ല. Such families will be always in debts. അത്തരത്തിലുള്ള കുടുംബങ്ങൾ എല്ലായ്പ്പോഴും കടത്തിലായിരിക്കും. But I want to show you a verse. എന്നാൽ ഞാൻ ഒരു വചനം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. John 5:17. യോഹന്നാൻ 5:17. Write down that verse. ആ വചനം അവിടെ എഴുതുക. Jesus says, my father is always at his work. To this very day I too am working. അവിടെ യോഹന്നാൻ 5:17 അവിടെ നാം കാണുന്നത് എൻ്റെ പിതാവ് എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. Look here please. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. Fathers, look here. എല്ലാ പിതാക്കന്മാരും ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. A father in the family should be always busy in work. ഓർക്കുക, ഒരു കുടുംബത്തിലെ ഒരു പിതാവ് ജോലി സംബന്ധമായി എപ്പോഴും തിരക്കുള്ള വ്യക്തിയായിരിക്കണം. The heavenly father is the almighty God. ഓർക്കുക, സ്വർഗീയ പിതാവ് അവൻ സർവശക്തനായ ദൈവമാണ്. But still he is working. എന്നിട്ടും അവൻ പ്രവർത്തന നിരതനാണ്. Day in and day out he is working. രാവും പകലും അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. And Jesus says, I am also at work. യേശു കർത്താവ് പറയുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. We don't take any break, we don't take any holiday, we are not going for any tour, always we are at work. യേശു പറഞ്ഞു, ഞാനും പിതാവും ഞങ്ങൾ രണ്ടുപേരും യാതൊരു ഒഴിവും എടുക്കുന്നില്ല, ബ്രേക്ക് എടുക്കുന്നില്ല, ഞങ്ങൾ ഹോളിഡേ എടുക്കുന്നില്ല, ഞങ്ങൾ ടൂർ പോകുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി സദാസമയം ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. Psalm 121, David is saying, the keeper of Israel neither sleeps nor slumbers. 121 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. Hallelujah. Hallelujah. Our heavenly father is always working. നമ്മുടെ സ്വർഗീയ പിതാവ് എല്ലായ്പ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. So all the earthly fathers should be working. അതുകൊണ്ട് ഭൂമിയിലെ പിതാക്കന്മാരെ ശ്രദ്ധിക്കുക, നിങ്ങളും നിർബന്ധമായും ജോലി ചെയ്യുന്നവരായിരിക്കണം. വിശ്വാസം കേൾവി
കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിൽ വിശ്വാസം ജനിക്കപ്പെടണമെങ്കിൽ അദ്ദേഹം ദൈവത്തിൻ്റെ വചനം കേൾക്കണം. എന്നാൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ആര് കടന്നു ചെല്ലും? ബൈബിൾ പറയുന്ന രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഇത്തരത്തിൽ ആർക്കാണ് ഇതെല്ലായിടത്തും കൊണ്ടുപോയി പ്രസംഗിക്കാനായിട്ട് സാധിക്കുന്നത്? അതിനുള്ള ഏറ്റവും നല്ല വേദിയാണ് ടെലിവിഷൻ മാധ്യമം എന്നുള്ളത്. അതുകൊണ്ടാണ് ബ്ലെസ്സിങ് ടുഡേ ഇത്തരത്തിൽ TV പ്രോഗ്രാം എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ സുവിശേഷം ലോകം എമ്പാടും എത്തിച്ചേർക്കുക എന്നുള്ളത് യേശു കർത്താവ് നമുക്ക് നൽകിയ ഒരു കൽപ്പനയാണ്. എന്നാൽ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുന്ന ആ കർമ്മ പദ്ധതിയിൽ പങ്കാളികളായി തീരുവാൻ ഞങ്ങൾ തനിയെ ശ്രമിച്ചാൽ, ബ്രദർ ഡാമിയനോ സിസ്റ്റർ ഷെമയോ മാത്രം ശ്രമിച്ചാൽ അതൊരിക്കലും സാധ്യമാകില്ല. എന്നാൽ നിങ്ങൾ കൂടെ അതിൻ്റെ പങ്കാളികളായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, നാം ഒരുമിച്ച് നിന്നാൽ ഈ സുവിശേഷം ലോകം എമ്പാടും കൊണ്ടെത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ സുവിശേഷം എത്തിക്കുവാനുള്ള ചില പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിസ്ഡ് കോൾ അയക്കുക മാത്രം ചെയ്താൽ മതി. 422133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ തിരികെ വിളിക്കും. അവർ പറയുന്ന പദ്ധതികളിൽ പങ്കാളികളായി തീരുക. അങ്ങനെ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുന്ന യേശുവിൻ്റെ പങ്കാളികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. പൗലോസ് പറഞ്ഞു, ജോലി ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, തിന്നരുത്, ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി. ഭക്ഷണത്തിൻ്റെ സമയത്ത് 3 നേരവും ഡൈനിങ് ടേബിളിൽ വരരുത്. അങ്ങനെയുള്ള അപ്പം പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കയുമരുത്. ഹല്ലേലൂയ. Number 7, the poor father, ദരിദ്രനായ പിതാവ്. Who is this? ആരാണിത്? It is not reflecting his financial situation, but this kind of fathers, the poor fathers, they always say, I don't have money. ഇത് അദ്ദേഹത്തിന് പണമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പണത്തിന്റെ കാര്യത്തിലല്ല. പക്ഷെ എപ്പോഴും ആവശ്യമായിട്ട് കുട്ടികൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പറയും, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം ചെരുപ്പ് വേണം, പൈസ ഇല്ല. അരി മേടിക്കണം, പൈസ ഇല്ല. വീട് ചോരുന്നത്, പൈസ ഇല്ല. നമുക്ക് അടുത്ത മാസത്തേക്ക് കാര്യങ്ങൾ, പൈസ ഇല്ല എന്ന് പറഞ്ഞില്ലേ? He is a poor father. It's not because he doesn't have money, but his attitude, he will never spend money. അദ്ദേഹത്തിന് പണമില്ലാഞ്ഞിട്ടല്ല, പകരം അദ്ദേഹത്തിന്റെ മനോഭാവമാണ് പിശുക്കിന്റെ മനോഭാവം, കൊടുക്കില്ല എന്നുള്ള മനോഭാവം. If a father has no money, we can understand. ഇപ്പോൾ പിതാവിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകും. All the family members should be adjusting. അത് എന്ന് മാത്രമല്ല, എല്ലാ കുടുംബാംഗങ്ങളും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. But this is not that guy. എന്നാൽ ഇത് അങ്ങനത്തെ പിതാവല്ല. Number 8, the rich father. ഇനി 8ാമത്തെ ഒരു പിതാവുണ്ട്, എഴുതി വെക്കുക, ധനവാനായ പിതാവ്. Who is that? ആരാണ് ധനികനായ പിതാവ്? Spending lavishly on children. മക്കൾക്ക് കുറേ കൊടുക്കുന്ന വ്യക്തി. Making them lazy and irresponsible. അവരെ എന്ത് സംഭവിക്കും? കൊടുത്ത് അവരെ മടിയന്മാരാക്കി ഉത്തരവാദിത്തമില്ലാത്തവരാക്കി തീർക്കും. എൻ്റെ പിള്ളേരെ ഒരു വ്യസനവും അറിയരുത്, അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അതുകൊണ്ട് പലരും എന്നോട് പറഞ്ഞു, ബ്രദറെ, അവർക്ക് ഒരു സങ്കടവും ഇല്ലാതെ ഞാൻ അവരെ വളർത്തിയിരിക്കുന്നത്. എന്ത് വേണോ ഇരട്ടി ഞാൻ മേടിച്ചു കൊടുക്കും. സോ വാട്ട് ഹാപ്പൻസ് ഈസ് they are not working and they are എന്ത് സംഭവിക്കുന്നു? അവർ പണിയൊന്നും ഇല്ലാതെ ചീർത്ത് വീർത്ത്, ബാക്കി ഇത് നിങ്ങൾ കണ്ടാൽ മതി. അപ്പം വരുന്നു. So there are such fathers. അത്തരത്തിലുള്ള പിതാക്കന്മാരുണ്ട്. Number 9, the drinker father. 9ാമത്തേത് കുടിയനായ പിതാവ്. He is addicted to alcohol. അദ്ദേഹം മദ്യപാനത്തിന് അഡിക്റ്റ് ആയിരിക്കും. Now these drinker fathers are living in another world. ഇനി കുടിയനായ പിതാക്കന്മാരുടെ പ്രത്യേകത ഉണ്ട്, അവർ മറ്റൊരു ലോകത്ത് ജീവിക്കുന്നവരാണ്. And the family is living in underworld. ഇനി കുടുംബമാണെങ്കിലോ അവർ പാതാളത്തിൽ, അണ്ടർവേൾഡിലാണ്. Number 10, the joker father. 10ാമത്തേത് ഒരു തമാശക്കാരനായ പിതാവ്. He is playful, light-hearted and easygoing. അദ്ദേഹം എപ്പോഴും കളിക്കും, വളരെ സുമനസ്സുള്ള വ്യക്തിയാണ്. അപ്പോൾ തന്നെ വരുന്ന വഴിക്ക് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ആള്. He is never serious, no responsibility. കളിച്ചു തിരിച്ചു നടക്കും. അദ്ദേഹത്തിന് ഒരിക്കലും ഗൗരവം ഉണ്ടായിരിക്കില്ല, യാതൊരു കാര്യത്തിലും ഉത്തരവാദിത്തമില്ല, വരുന്നു പോകുന്നു, കളിക്കുന്നു, ഇരിക്കുന്നു. It is said that in every man there is a boy and in every woman there is a girl. ഓർക്കുക, എല്ലാ പുരുഷന്റെ അകത്തും ഒരു ചെറിയ ആൺകുട്ടിയുണ്ട്, എല്ലാ സ്ത്രീക്കകത്തും ഒരു പെൺകുട്ടിയും ഇരിപ്പുണ്ട്. 99 or 19 or 90 there is a boy inside. 9 ആയാലും 19 ആയാലും 90 ആയാലും അതിന്റെ ഇടയിൽ ഒരു കൊച്ചു ചെറുക്കൻ ഇരിപ്പുണ്ട്. Okay, there is a playfulness in everyone. എല്ലാ മനുഷ്യരുടെ അകത്ത് ഒരു തമാശ കളിക്കാരൻ ഇരിപ്പുണ്ട്. Number 11, the tyrant father.
11ാമത്തെ കാര്യം എഴുതുക. സ്വേച്ഛാധിപതിയായ പിതാവ്. അദ്ദേഹം ഒരു ഭീകരവാദി പോലെയാണ്. Unapproachable emperor. ആർക്കും അടുത്തുകൂടാൻ സാധിക്കാത്ത സാമ്രാട്ട്. None in this family has any voice. ആ കുടുംബത്തിലെ ആർക്കും അദ്ദേഹത്തിന് മുമ്പിൽ ഒരു വാക്കും മിണ്ടാൻ പറ്റില്ല. Because he is the king of kings. കാരണം അദ്ദേഹം രാജാവാണ്. Oh, tyrant. Number 12. 12ാമത്തേത് The godly father. ദൈവിക ഗുണവിശേഷത്തോടു കൂടിയ പിതാവ്. This is the father according to the word. ഇത് ദൈവവചന അടിസ്ഥാനത്തിലുള്ള പിതാവാണ്. Trying to be like the heavenly father. അത് സ്വർഗീയ പിതാവിനെ പോലെ ആകുവാൻ ശ്രമിക്കുന്ന പിതാവാണ്. I gave you different categories of fathers. ഞാൻ പിതാക്കന്മാരുടെ പല വിഭാഗങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് In the most modern times we have another category called the gadget father. ഇനിയിപ്പോ ഇന്നത്തെ ഈ മോസ്റ്റ് മോഡേൺ വേൾഡിൽ നമ്മൾ ഒരു പിതാവിന്റെ പേരും കൂടി കൂട്ടേണ്ടി വരുമായിരിക്കും. എന്താ പറയാ, മൊബൈൽ പിതാക്കന്മാർ. He is always sitting with his mobile and gadgets. എല്ലായ്പ്പോഴും മൊബൈലും ഐപാഡും ടാബ്ലറ്റും ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പിതാക്കന്മാർ. Not doing any other work. മറ്റൊരു ജോലിയില്ല. But my prayer is this: all fathers in all blessing centers should grow into the fatherhood of the heavenly father. എന്നാൽ എൻ്റെ പ്രാർത്ഥന ഇതാണ്, നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിലെ എല്ലാ പിതാക്കന്മാരും സ്വർഗീയ പിതാവിന്റെ ഗുണവിശേഷത്തോട് ഒപ്പം വളർന്നു വരുന്നവരായി തീരണം. ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ബ്രദർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, കിഡ്നികൾക്ക് തകരാറുള്ള രോഗികളെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മച്ചി ഇങ്ങനെ പറയുന്നത്, തൻ്റെ എല്ലാ കാര്യങ്ങളും നോർമലാകാൻ തുടങ്ങി. ക്രിയാറ്റിൻ്റെ ലെവൽ നോർമലായി, BP ലെവൽ നോർമലായി, ഷുഗർ ലെവൽ നോർമലായി, തൻ്റെ ശരീരത്തിലുള്ള എല്ലാ നീരും അപ്രത്യക്ഷമായി. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ഈ അമ്മയ്ക്ക് 4 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ കിഡ്നി കംപ്ലൈൻ്റ് ആയി. ഇവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ക്രിയാറ്റിൻ്റെ ലെവൽ കൂടി, ഷുഗർ ലെവൽ വളരെ കൂടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മച്ചിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ സാധ്യമല്ല. മാത്രമല്ല തൻ്റെ ശരീരത്തിൽ വളരെയധികം നീരെല്ലാം നീര് വന്നു, നടുവേദന വന്നു. അമ്മച്ചി പറയുന്ന ഒരു ജോലിയും തനിക്ക് ചെയ്യാൻ സാധ്യമല്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ പെൺമക്കളാരും തൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞത് ഒത്തിരി മരുന്നുകളെല്ലാം ചെയ്തു. ഡോക്ടർ പറഞ്ഞത് ഡയാലിസിസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകൾ തൻ്റെ അമ്മയോട് പറഞ്ഞു, TV ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അത് അമ്മച്ചിയെ തന്നെ നിർബന്ധമായും കാണണമെന്ന് പറഞ്ഞ് അത് കാണിക്കാനിടയായി. അങ്ങനെ ഒരു ദിവസം താൻ സമയത്ത് മോള് അവിടെയാണോ? മാനന്തവാടിയിലാണ്. അമ്മ ഇവിടെ, അമ്മയോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അമ്മ അത് കാണാൻ തുടങ്ങി. ഒരു ദിവസം താൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, കിഡ്നികൾക്ക് തകരാറുള്ള രോഗികളെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മച്ചി ഇങ്ങനെ പറയുന്നത്, തൻ്റെ എല്ലാ കാര്യങ്ങളും നോർമലാകാൻ തുടങ്ങി. ക്രിയാറ്റിൻ്റെ ലെവൽ നോർമലായി, BP ലെവൽ നോർമലായി, ഷുഗർ ലെവൽ നോർമലായി, തൻ്റെ ശരീരത്തിലുള്ള എല്ലാ നീരും അപ്രത്യക്ഷമായി. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് കാരണം നീരുണ്ടായിരുന്നു. യൂറിൻ പോകാൻ തുടങ്ങി. ഇപ്പോഴും യൂറിൻ പോകാൻ തുടങ്ങി. 800 മില്ലി വെള്ളം ഒരു ദിവസം കഴിക്കാൻ വേണം അമ്മ. ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പം. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് പറഞ്ഞത്, എത്ര നാൾ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്? 4 വർഷങ്ങൾക്ക് മുൻപെന്നാ പറഞ്ഞു. 4 വർഷത്തിന് മുമ്പാണ് ഇത്. 4 വർഷമായി അമ്മയ്ക്ക് തുടങ്ങിയിട്ട് 2 വർഷം പ്രാർത്ഥിച്ചിട്ടുണ്ടായ വ്യത്യാസം 2 വർഷമായി. 2 വർഷത്തിന് മുമ്പാണ് ഇത് സംഭവിച്ചത്. 2 വർഷത്തിന് അമ്മയ്ക്ക് അസുഖമായി. ഡോക്ടർ ഡയാലിസിസ് വേണമെന്ന് ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അമ്മയ്ക്ക് അത് വേണ്ട. ഈ കഴിഞ്ഞ മാസം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത്ഭുതമായിരിക്കുന്നു അമ്മയുടെ ഈ മാറ്റം. അതിൻ്റെ ഇടയിൽ അമ്മ 11 ഗുളിക ഒരു ദിവസം കഴിക്കാനുണ്ട്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല, അമ്മ ആ ഗുളികയൊന്നും കഴിക്കുന്നില്ല. ഡയാലിസിസിന്റെ വേർജിലെത്തിയ ഒരു വ്യക്തി പിന്നെ സാധാരണ തിരിച്ചു വരാറില്ല. പിന്നെ അങ്ങനെ കൂടി 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 ഡയാലിസിസ് കൂടുതൽ 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 ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് പോകാറ്. അത് കൂടുതൽ കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കും. ഈ അമ്മയൊന്ന് നോക്കിയേ, ഒരു കിഡ്നി പേഷ്യന്റിന്റെ പ്രകൃതമാണോ ഉള്ളത്? നല്ല നീരായിരുന്നു. കാലൊക്കെ നീര് വെക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമാവുമായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് നീരൊന്നുമില്ല. ഹല്ലേലൂയ.
ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. ഇനി പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. കണ്ണുകൾ അടച്ച് എന്നോട് ചേർന്ന് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ എപ്പോഴും തല ചുറ്റുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു കുഞ്ഞ് ജനിച്ചു, പ്രസവം കഴിഞ്ഞു, പക്ഷേ കുഞ്ഞിന് പാല് കൊടുക്കുവാൻ പറ്റാത്ത വിധത്തിൽ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ ശക്തി ഈ സമയത്ത് ആ വ്യക്തിയുടെ മേൽ ഇറങ്ങി വന്ന് പരിപൂർണ്ണ സൗഖ്യം ഇപ്പോൾ ആ സഹോദരിയുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആക്സിഡൻറ്റ് നിമിത്തമായിട്ട് കാലിൽ സാരമായ പരിക്കേറ്റിട്ടുള്ള ഒരു വ്യക്തി, നടക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ പരിപൂർണ്ണ സൗഖ്യം ആ കാലിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഇറക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ വേദന അനുഭവിക്കുകയോ അല്ലെങ്കിൽ വിമിഷ്ടപ്പെടുകയോ ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടാമോ? യേശുവിൻ നാമത്തിൽ എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പോൾ തന്നെ മറക്കരുത്, ഈ വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കരയിലാണ്. അതിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഞങ്ങൾ അവിടെ ഉണ്ടാകും. നിങ്ങളെ നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. ദയവായി കടന്നു വരിക. അപ്പോൾ തന്നെ ഈ ജൂലൈ 2-ാം തീയതി നമ്മുടെ ഫാമിലി സൺഡേ ആണ്. കുടുംബമായി ആ ഞായറാഴ്ച തൊട്ടടുത്തുള്ള ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വന്ന് ചേരുക. ജൂലൈ 19-ാം തീയതി ഹാപ്പി ഹോംസ് 2017 നടക്കുവാനായിട്ട് പോകുകയാണ്. എല്ലാ ദമ്പതികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് ചില മണിക്കൂറുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചിലവഴിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.